എന്തായി? ഞാൻ പറഞ്ഞത് നടന്നോ? രവി ആരോടെ ഫോണിൽ സംസാരിക്കുന്നതും കേട്ടാണ് അംബിക റൂമിലേക്ക് വന്നത്. എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് രവിയുടെ മുഖഭാവം കണ്ടത് അംബികയ്ക്ക് മനസ്സിലായി. ഫോൺ വിളി കഴിഞ്ഞ് അയാളുടെ ചുണ്ടിലെല്ലാം നേടിയവനെ പോലെ ഒരു ചിരിയുണ്ടായിരുന്നു. കാര്യം അറിയാൻ അംബിക രവിയെ തന്നെ നോക്കി നിന്നു. ഒരു ചിരിയോടെ അയാൾ അംബികയുടെ തോളിൽ കൈയിട്ടു. നമ്മൾ അധികം വൈകാതെ കോടീശ്വരനാകും. കാര്യം അറിയാതെ അംബിക രവിയെ തന്നിൽ നിന്ന് തള്ളി മാറ്റി ദേഷ്യത്തോടെ ചോദിച്ചു. കാര്യം പറ മനുഷ്യ, ഇങ്ങനെ ഇട്ട് വട്ടാക്കാതെ. എടി, ആ തളർന്നു കിടക്കുന്നവനില്ലേ, അവന്റെ സ്വത്തുകൾ, അതായത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, പിന്നെ ഈ കാണുന്ന മുതൽ പതിയെ നമുക്ക് കിട്ടാനുള്ള വഴി നോക്കിയാൽ മതി. അതും പറഞ്ഞയാൾ താടി നിന്ന് തടവി. ദേട്ടാ, എന്തെന്ന് തെളിച്ചു പറ, അവിടെ ഇവിടെ തൊടതെ. അമ്പയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. എടി ഭാര്യയെ, ആ തളർന്നു കിടക്കുന്നവൻ 6 മാസത്തിനുള്ളിൽ എഴുന്നേറ്റ് നടന്നില്ലേ, അവന്റെ സ്വത്തുക്കളെല്ലാം നമ്മുടെ മകനായ ശിവയുടെ പേരിലേക്ക് വരും. ആ കിടക്കുന്നവൻ അങ്ങനെയാണ് വിൽപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് നോമിനി നമ്മുടെ മോനാണ്. സാധാരണ അങ്ങനെയാണല്ലോ നോമിനി വെക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പറ്റിയ അടുത്തയാൾ പറയുന്ന ആളല്ലേ നോമിനി. ആ കിടക്കുന്നവൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു. അവൻ എന്തായാലും എഴുന്നേറ്റ് നടക്കില്ല. ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ കിടക്കും. കിടത്തിക്കും ഇരവി. അതും പറഞ്ഞ അയാൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ടും ഒരു മാറ്റവുമില്ലാതെ ഒരു സംശയത്തോടെ നോക്കി നിൽക്കുന്ന അംബികയെ കണ്ട് അയാൾ ഒരു പുരികം പൊക്കി. തീർന്നില്ല നിന്റെ സംശയം? അല്ലേട്ടാ, നമ്മുടെ മോനൊക്കെ തന്നെ. പക്ഷേ ശിവന് കണ്ണെന്ന ജീവനാണ്. അവൻ സമ്മതിക്കോ? ഏട്ടൻ എങ്ങനെ ഒരു കാര്യം പറഞ്ഞ ശിവനല്ലേ അപ്പോ എല്ലാം നോക്കി നടത്തുന്നേ? അത് കേട്ട് അയാൾ ഒന്നുകൂടെ ചിരിച്ചു. എടി, എല്ലാം ശിവന്റെ കളികളല്ലേ. അവനും കണ്ണന്റെ സ്വത്തിൽ തന്നെയാ കണ്ണ്. അതുകൊണ്ടല്ലേ അവനെല്ലാം നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ഏറ്റെടുത്തത്. 6 മാസം അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ ബാക്കി കാര്യം ഈ രവി നോക്കിക്കൊള്ളാം. അത് പറയുമ്പോൾ അയാളുടെ ചുണ്ടിലൊരു ഗുടച്ചിരി ഉണ്ടായിരുന്നു. ഇര കാത്തിരിക്കുന്ന കഴുകനെ പോലെ. അതേ ചിരി അംബികയിലും പടർന്നു. പാട്ട് കച്ചേരി എല്ലാം കഴിഞ്ഞ് എല്ലാവരും താഴേക്ക് പോയിരുന്നു. പാറു ട്രീറ്റ്മെന്റ് റൂം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാം വൃത്തിയാണ്, എന്നാലും ഒന്നുകൂടി എല്ലാം ഒന്ന് തുടച്ചിട്ടു. പിന്നീട് കണ്ണന്റെ റൂം കൂടി വൃത്തിയാക്കാൻ പറഞ്ഞിട്ടാണ് ലിച്ചു താഴേക്ക് പോയത്. അതെങ്ങനെ ചെയ്യുമെന്ന ആലോചനയോടെ അവൾ അവിടെ നിന്നു. ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് റൂമിൽ നിന്ന് തലപ്പുറത്തേക്കിട്ട് നോക്കുന്നുമുണ്ട്. ചെറിയൊരു തുണിയും കയ്യിൽ പിടിച്ച റൂമിലേക്ക് ചെന്നു. പതിയെ അവനൊന്ന് പാളി നോക്കി. വാർഡ്രോബിന്റെ അടുത്തേക്ക് നടന്നു. പതിയെ അവിടെയുള്ള പൊടികളെല്ലാം ഒന്ന് തട്ടി. ഇടയ്ക്ക് അവനും തിരിഞ്ഞു നോക്കി. ആളെന്തോ ബുക്ക് വായനയിലാണ്. അത് കണ്ട് അവൾക്ക് അല്പം ആശ്വാസം തോന്നി. അവൻ തന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നോർത്ത് അവൾ അവളെ ജോലിയിൽ മുഴുകി. ഇടയ്ക്ക് ബുക്കിൽ നിന്ന് കണ്ണുകളൊന്ന് ഉയർത്തി അവൻ അവളെ ഒന്ന് നോക്കി. മുടി പിന്നിയിട്ടിരിക്കണം, ധാവണിയാണ് വേഷം. ഇടയ്ക്ക് അവൾ നോക്കുമ്പോൾ അവൻ ബുക്കിലേക്ക് മുഖം താഴ്ത്തും. അവൾ വളരെ ശ്രദ്ധയോടെ അവിടെ മാകെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഇനിയിടത് നിലം തുടച്ച് വാറലാണ്. എന്തോ അവൻ കിടക്കുന്ന അവിടെ എങ്ങനെ തുടയ്ക്കുമെന്ന് ആലോചിച്ച് അവൾ നിന്നു. പെട്ടെന്ന് അവൻ അവൾക്ക് നേരെ നിന്ന് പുരികമുയർത്തി നോക്കി. അത് കണ്ട് അവൾക്ക് എന്തു പറയണമെന്ന് അറിയാതെ നിന്നു. എനിക്ക് തുടയ്ക്കണം. വിക്കി അത്രയും എണ്ണിപ്പറക്കി പറഞ്ഞു അവൾ. അവളെ നിൽപ്പും ഭാവവും കണ്ട് അവനുള്ളിൽ ചീയൊന്ന് കടിച്ചമർത്തി ഒന്ന് മൂളി. പിന്നെ നോട്ടം ബുക്കിലേക്കായി. എങ്ങനെ അവൾ വേഗം റൂം തുളച്ച് അവൻ കിടക്കുന്ന ഭാഗത്തെത്തിയതും ശരീരം എന്തോ വിറയ്ക്കുന്ന പോലെ തോന്നി. കഴുത്തിടക്കിലും മൂക്കിന്തെങ്കിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഒരു വിധത്തിൽ അവിടെ വൃത്തിയാക്കി എഴുന്നേറ്റു. അവളുടെ ഓരോ പ്രവൃത്തിയും അവൻ നോക്കി കാണുകയായിരുന്നു. അവൾ കുനിഞ്ഞിരുന്ന കട്ടിലിന്റെ അടിഭാഗം തുടയ്ക്കുമ്പോൾ കാച്ചി എണ്ണയുടെയും ചന്ദനത്തിന്റെയും ഗന്ധം വന്ന് നിറഞ്ഞു. എങ്ങനെയൊക്കെയോ ആ മുറിയിൽ നിന്ന് വൃത്തിയാക്കി അവൾ പുറത്തേക്ക് പോയി. എന്തോ ആലോചനയുടെ താഴേക്കുള്ള പടികളിറങ്ങവേ എന്തിലും അവളൊന്ന് തട്ടി മുഖമുയർത്തി നോക്കും മുൻപേ കവിളത്ത് അടി വീണിരുന്നു. കണ്ണം നിറച്ചുള്ളൊരു കൈ കവിളിൽ ചേർത്ത് അങ്ങനെ നിന്നു. തന്നെ കത്തിക്കാനുള്ള പകയുടെ അഞ്ചിലും നിൽക്കുന്നു. എവിടെ നോക്കി അടി നടക്കുന്നേ? നാശം പിടിച്ചവൾ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ കിളവനുണ്ടല്ലോ, അയാളെ പറഞ്ഞാൽ മതി. രാവിലെ അവൾ കെട്ടിയെടുത്തു. ഇന്നത്തെ ദിവസങ്ങളെ അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ തല കുനിച്ച് അതേ നിൽപ്പ് തുടർന്ന് കണ്ണ് നിറച്ചു. അവളുടെ ഒരു നിൽപ്പ് കണ്ടില്ലേ? ഛേ, ഇടുക്കിടി താഴെ കിടക്കുന്ന എന്റെ ബാഗ്. അതും പറഞ്ഞ് അഞ്ജലി താഴേക്ക് കൈ ചുണ്ടി അലറി. അപ്പോഴാണ് പാറു അത് ശ്രദ്ധിച്ചത്. ഇടിച്ചപ്പോൾ അഞ്ജലിയുടെ ബാഗ് താഴെ വീണ് കിടക്കുന്നത്. കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് വേഗം തന്നെ അവൾ കുനിഞ്ഞ ബാഗ് എടുത്തു. പാറു എണീക്ക് മുന്നേ അഞ്ജലി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് എണീപ്പിച്ചു. തന്റെ തല പറഞ്ഞു പോകും പോലെ പാറുവിന് തോന്നി. ഒരു കൈ കൊണ്ട് അവൾ അഞ്ജലിയുടെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടൊരു ചുമരിനപ്പുറം ഒരുവനുണ്ടായിരുന്നു. ഉള്ളിലെ ദേഷ്യം കടിച്ചു പിടിച്ചൊന്ന് അനങ്ങാൻ പോലും ആവാതെ അവളെ നിറഞ്ഞ കണ്ണുകൾ മനസ്സിലോർത്ത്, എന്റെ എണ്ണെന്ന് പറയുന്ന അവന്റെ ഏച്ചിൽ പട്ടിയിലിടുങ്ങിയ ആ വിഴുപ്പിനെ നോക്കാൻ വന്നവൾ. അങ്ങനെയുള്ളവൾ അടങ്ങി ഒതുങ്ങി നിന്നോണം. എന്റെ മുന്നിൽ വന്ന ഇതായിരിക്കും അവസ്ഥ. മനസ്സിലായോ? അപ്പോഴും അഞ്ജലി പാറുവിന്റെ മുടിയിൽ പിടിവിട്ടിരുന്നില്ല. അഞ്ജലി പറഞ്ഞൊന്നും പാറുവിന്റെ ഉള്ളിലേക്ക് കയറിയില്ല. അവൾ കണ്ണുകൾ അടച്ച് തന്റെ തലയിലെ അഞ്ജലിയുടെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ട്.
പോടി എൻ്റെ മുന്നിന്ന്. അതും പറഞ്ഞ് അഞ്ജലി പാർവിനെ പിടിച്ച് തള്ളി. അവൾ നിലത്തെറ്റി തെറിച്ച് കണ്ണൻ്റെ റൂമിൻ്റെ പടിയിൽ തട്ടി അവൻ കിടക്കുന്ന കട്ടിലെ സൈഡിൽ തട്ടി താഴേക്ക് ഇരുന്നു പോയി. വീഴ്ചയിൽ അവളെ ചുണ്ടു പൊട്ടി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണൻ ഒരു പകപ്പോടെ അവളെ നോക്കി. തലഭാഗം പൊക്കി വെച്ചിട്ടുണ്ട് ലക്ഷ്മി പോയത്. അതുകൊണ്ട് തന്നെ നിരത്തിരുന്ന പോയവളെ നോക്കാൻ അവനെ ബുദ്ധിമുട്ടില്ലായിരുന്നു. പതിയെ തൻ്റെ അനങ്ങാൻ പറ്റുന്ന വലത് കൈ നീട്ടി അവനവളുടെ കയ്യിൽ പിടിച്ച നിമിഷം അവൻ്റെ ശരീരം ഒന്ന് വിറച്ചുപോയി. കാലിൽ നിന്നും ഒരു മരവ് പുള്ളിലേക്ക് കയറുന്ന പോലെ അവന് തോന്നി. പെട്ടെന്ന് തന്നെ അവൻ ആ കൈ പിറകിലേക്ക് പിൻവലിച്ചു. തല പുറകിലേക്ക് ചായച്ച് കണ്ണുകൾ ഇറക്കി അടച്ചു. അവൻ്റെ അവസ്ഥ കണ്ട് പാറു വേഗം ഞെട്ടി ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവൻ്റെ അടുക്കലേക്ക് പാഞ്ഞു ചെന്ന് അവനെ വിളിച്ചു. ആ നിമിഷം അവൾ തൻ്റെ ഉള്ളിലെ വേദനയെല്ലാം മറന്നു പോയിരുന്നു. കണ്ണേട്ടാ, കണ്ണേട്ടാ, അയ്യോ എന്താ പറ്റിയേ കണ്ണേട്ടാ? അവൻ്റെ രോമാവർദ്ധമായ നെഞ്ചിൽ നിന്ന് നേരിയത് മാറിപ്പോയിരുന്നു. അവനെ പിടിച്ച് ഉലച്ചുള്ള വിളിയിൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവൻ്റെ നെഞ്ചിലേക്ക് ഇറ്റ് വീണുകൊണ്ടിരുന്നു. എന്നിട്ടും കണ്ണുകൾ അവൻ ഇറുക്കി അടച്ച് തലയൊന്ന് കുടഞ്ഞു. എന്തോ വല്ലാത്ത വേദന തോന്നും കാലിന് രണ്ടിനും. ഇത്രയും വർഷമായിട്ടും ആദ്യമായി തന്നിലൊരു വേദന, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ അവളെ സ്പർശം തൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നതുപോലെ അവന് തോന്നി. അപ്പോഴും ശരീരം വെട്ടി വിറച്ചുകൊണ്ടിരുന്നു. ആ നേരം അത്രയും അവളുള്ളിലെ ആദ്യയോടെ അവനെ വിളിച്ചുകൊണ്ടിരുന്നു. രണ്ട് കൈകൊണ്ടും അവൻ്റെ മുഖം കൈക്കുള്ളിലെടുത്ത് തല ഇളക്കിക്കൊണ്ടിരുന്നു. കണ്ണേട്ടാ, എന്നെ ഒന്ന് നോക്ക്, എനിക്ക് പേടിയാകുന്നു ഏട്ടാ. സർവവും നഷ്ടമാകും പോലെ അവൾക്ക് തോന്നി. വാക്കുകൾ തൊണ്ടയിൽ വന്ന് തങ്ങി നിന്നു പുറത്തേക്ക് വരാതെ. താനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പോലും ഒരു നിമിഷം അവൾ മറന്നുപോയിരുന്നു. കണ്ണുകൾ അപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ഞാൻ വല്യമ്മയെ വിളിച്ചു വരാം. അതും പറഞ്ഞവൾ തിരിയാനൊരുങ്ങിയതും അവൻ വേഗം തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കുറച്ചു സമയം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടെ ഒഴുകി നടന്നു. അഞ്ജലിയുടെ അടിയുടെ പാട് കവളിൽ അതേപോലെ ചുവന്ന് തിണർത്ത് കിടക്കുന്നു. തള്ളിയതുകൊണ്ട് വീഴ്ചയിൽ കട്ടിൽ തട്ടി ചുണ്ടിൻ്റെ സൈഡ് മുറിഞ്ഞിരുന്നു. വേവരാതിയോടെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ ഒരു വേള അവൻ നോക്കി കാണുകയായിരുന്നു. പേടികൊണ്ട് അവളുടെ ഉയർന്നു താഴ്ന്ന മാറുകൾ കരഞ്ഞും മൂക്കും കണ്ണും ചുവന്ന് കിടക്കുന്നു. സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകൾ എല്ലാം കൂടി ആയപ്പോൾ അവൻ്റെ ശരീരം ചൂട് പിടിക്കുന്നത് അറിഞ്ഞിരുന്നു. തൻ്റെ വലത് കാലിൽ ചെറുവിരൽ അനങ്ങിയതുപോലെ അവന് തോന്നി. പിന്നെയും വല്ലാത്ത വേദന, ശരീരം വിറയ്ക്കുന്ന പോലെ തോന്നി. ഒരു നിമിഷം അവൾ പേടിയോടെ അവനെ നോക്കി. പാർവതി, എനിക്ക് ഒന്ന് കിടക്കണം, ഒന്ന് ബെഡ് താഴ്ത്ത്. അതും പറഞ്ഞവൻ പിന്നെയും കണ്ണുകൾ അടച്ചു പിടിച്ചു. അപ്പോഴും അവളിലെ പിടി അവൻ വിട്ടിരുന്നില്ല. വേഗം തന്നെ അവൾ മറുകൈ കൊണ്ട് അവൻ്റെ ബെഡിന് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് വെച്ചു. അതേസമയം തന്നെ അവൾ ബാലൻസ് തെറ്റി അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു പോയിരുന്നു. ഒരേ നിമിഷം രണ്ടുപേരുടെയും ശരീരം ഒന്ന് വിറച്ചുപോയി. അവളുടെ കുഞ്ഞുമാറുകൾ അവൻ്റെ മറയേതുമില്ലാത്ത നെഞ്ചിൽ വന്ന് അമർന്നു. അവളെ നെറ്റി ചെന്ന് അവൻ്റെ താടിയിൽ കൊണ്ടുനിന്നു. അവൾ പതിയെ അവനെ തല ഉയർത്തി നോക്കി. അതേ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു. അവളുടെ പൊട്ടിയ ചുണ്ടിലെ ചോര ചുവപ്പ് അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നു. അവൻ്റെ മേലുള്ള വീഴ്ചയിൽ അത് അവർ അറിഞ്ഞില്ല. രണ്ടാളും ഒരു പിടച്ചിലോടെ അവനിൽ നിന്നും വേഗം തന്നെ അടർന്നു മാറി പുറത്തേക്കോടി. ഒരു നിമിഷം കണ്ണുകളടച്ച് അവൻ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടു. പിന്നെ പതിയെ തല ഉയർത്തി തൻ്റെ നെഞ്ചിൽ നിന്നും മാറിക്കിടന്ന് നീരിതെടുക്കാൻ തുടങ്ങവേ അവളുടെ ചുണ്ടിലെ ചുവപ്പ് തൻ്റെ നെഞ്ചിൽ പറ്റിയിരിക്കുന്നത് അവൻ കാണുന്നത്. കുറച്ചു നേരം അതിലേക്ക് നോക്കി. പതിയെ വലത് കൈയെന്ന് അതിൽ തഴുകി. ആ നിമിഷം വീണ്ടും അവൻ്റെ കാൽ താഴേക്ക് എന്തോ തണുപ്പ് അരിച്ചു കയറുന്ന പോലെ അവന് തോന്നി. പതിയെ ഒന്ന് അനക്കി നോക്കി. ഇല്ല, പറ്റുന്നില്ല. വല്ലാത്ത വേദന തോന്നുന്നു. ഇത്രയും നാളും ഒരു ചലനവും അറിയാത്ത തൻ്റെ ശരീരം എന്ന് ചെറുതായി അനങ്ങിയതുപോലെ അവന് തോന്നി. കണ്ണുകൾ നിറഞ്ഞു. കൺകൊണ്ടിൽ നിന്നും നീർത്തുള്ളി താഴേക്ക് ഒഴുകി. അവൻ്റെ അനുവാദം കാത്തു നിൽക്കാതെ കണ്ണുകൾ അടച്ച് അവൻ ഒന്നുകൂടെ അവളുടെ മുഖം മനസ്സിലോർത്തു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ, വിറയ്ക്കുന്ന ചുണ്ടുകൾ, പാറിപ്പറന്ന തലമുടികൾ, അങ്ങനെ പലതും. കൂട്ടത്തിൽ അഞ്ജലിയുടെ കൈയുടെ പാടും മനസ്സിൽ തെളിഞ്ഞതും അവൻ്റെ ശരീരം ദേഷ്യം കൊണ്ടൊന്ന് വിറച്ചു. കാലിൻ്റെ ഒരു വിരലൊന്ന് അനങ്ങി. പലതവണ അവൻ കാലുകൾ അനക്കിക്കൊണ്ടിരുന്നു. കണ്ണുകളടച്ച് പാറുവിൻ്റെ മുഖം മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നു. തൻ്റെ ശരീരം തളരുന്നത് അവൻ അറിഞ്ഞു. സഹിക്കാൻ കഴിയാത്ത വേദന അവന് തോന്നി തുടങ്ങി. അതിൻ്റെ ഫലമായി കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു. തൊണ്ട വറ്റി വരണ്ട പോലെ അവന് തോന്നി. തന്നിലെന്തോ പരവേശം നിറയുന്നത് അവൻ അറിഞ്ഞു. ഒരിക്കലും തനിക്കിങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആദ്യമായി എന്തോ ആ നിമിഷം അവന് പാറുവിനെ കാണാൻ തോന്നി. നിറഞ്ഞിരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചവൾ റൂമിലേക്ക് ഓടി. ബെഡിൽ പോയി വീണു. അഞ്ജലി അടിച്ചതിലും വേദന അവൻ്റെ അവസ്ഥ കണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ തേങ്ങിയത്. ഒരു നിമിഷം അമ്മയെ ഓർത്തുപോയി. ഏങ്ങി കരഞ്ഞു. തൻ്റെ വിധി ഓർത്ത് ഇടയ്ക്ക് തുറന്നു കിടക്കുന്ന ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. നാഗത്തറ കാണാം. വേഗം തന്നെ കണ്ണുകളൊന്ന് തുടച്ച് അവൾ വേഗം പുറത്തേക്കിറങ്ങി.
നാഗത്തറയിലേക്ക് ഓരോ അടി വയ്ക്കുമ്പോഴും മനസ്സിൽ വല്ലാത്ത പിടപ്പ് വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നു. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സൊന്ന് തണുക്കാനെന്നോണം ചെറുകാറ്റ് തഴുകി കടന്നുപോയിക്കൊണ്ടിരുന്നു. നാഗത്തറയ്ക്ക് മുന്നിൽ കുറച്ചു നേരം മങ്ങൻ അവളിരുന്നു. തന്നിൽ എന്തോ ഒരു ആശ്വാസം വന്ന് നിറയുന്ന പോലെ അവൾക്ക് തോന്നി. ഭഗവാനെ, കണ്ണേട്ടന് നടക്കാൻ സാധിച്ചാൽ ഞങ്ങൾ ഒന്നിച്ചു വന്ന് അങ്ങേ കാണാം. വൃശ്ചിക മാസം വരാറായി. വൃശ്ചിക മാസത്തിൽ 7 ദിവസം ഞാൻ ഒരിക്കലെടുക്കാം. എൻ്റെ കണ്ണേട്ടൻ വേഗം നടന്നു തുടങ്ങണേ. കൈകൂപ്പി കണ്ണുകൾ അടച്ചു തൊഴുതു. കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴും അവിടെ അവൻ തൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. മനസ്സിൽ നിന്നും ഉൾക്കൊണ്ട പകയോടെ, എൻ്റെ അമ്മ കൂടി ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെയൊന്നും വരില്ലായിരുന്നു. എന്തിനെൻ്റെ അമ്മ എന്നിൽ നിന്നും അകറ്റി? അച്ഛനെയെങ്കിലും എനിക്ക് കൂട്ടായി നിർത്താമായിരുന്നു. എന്തോ അത് പറഞ്ഞവളെ നീങ്ങിക്കരഞ്ഞു. മനസ്സിലുരുണ്ട് കൂടിയ സങ്കടങ്ങളെല്ലാം അവൾ ഇറക്കി വെച്ച് കുറച്ചു നേരം കണ്ണുകളടച്ച് അങ്ങനെ ഇരുന്നു. ഉച്ച കഴിഞ്ഞ് രാമേട്ടൻ ആയുർവേദ മഠത്തിൽ നിന്നും മരുന്നുകളുമായി വന്നിരുന്നു. ഇന്ന് മരുന്നുകളെല്ലാം റെഡിയാക്കി നാളെ തൊട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിരുന്നു അവിടുന്ന് പറഞ്ഞത്. അത് പ്രകാരം രാമേട്ടൻ മരുന്ന് വെള്ളം വെച്ച് അതിൽ കണ്ണനെ കുടിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനായി കൂർന്തൊട്ടി തൊടിയിൽ നിന്നും പറിക്കാൻ പാറുവിനെ തിരക്കി റൂമിലേക്ക് ചെന്നു. എന്നാൽ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ലച്ചു അവിടേക്ക് വന്നത്. അല്ല രാമേട്ടാ, എപ്പോൾ വന്നു? ചെറുശ്ശേരിയുടെ അവൾ ചോദിച്ചു. കുറച്ചു നേരമായി കുഞ്ഞെ. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ സഹായി? എവിടെയാൾ കാണുന്നില്ല? പാറുവിൻ്റെ മുറിയിലേക്ക് കണ്ണുകൾ പായിച്ച് രാമേട്ടൻ ചോദിച്ചു. ഞാനും പാറുട്ടി നോക്കി വന്നതാ രാമേട്ട. രാവിലെ പാറുവിനെ കണ്ടതാ, പിന്നെ കണ്ടില്ല ഇത്ര നേരമായിട്ടും. അതും പറഞ്ഞ് ലച്ചു മുറിയിൽ കയറി. ഇവിടെ ഇല്ല രാമേട്ട. പിന്നെ ഒരു സ്ഥലത്തുണ്ടാകും. അതും പറഞ്ഞ് ചുണ്ടിലൊരു ചെറുശിരി വരുത്തി പുറത്തേക്ക് നടന്നു ലച്ചു. കൂടെ രാമേട്ടനും. എവിടെ കുഞ്ഞെ പാറു? തലൊരു ആകാംക്ഷയുടെ രാമേട്ടൻ ചോദിച്ചു. എന്നാൽ അതിന് മറുപടിയെ ലച്ചു ഇല്ലത്തിന്റെ പുറകുവശത്തേക്കാണ് നടന്നത്. പുറകെ തന്നെ തലൊരു സംശയത്തോടെ രാമേട്ടനും. തറവാട്ടുകുളത്തിന്റെ പടവിൽ പാറു ഉണ്ടാകുമെന്ന് ലച്ചുവിന് അറിയാമായിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് പാറു അവിടെ ഇല്ലായിരുന്നു. ലച്ചു തെല്ലൊരു ആദ്യയുടെ ചുറ്റി നോക്കി. കുറച്ചു മാറി നാഗക്കാവിൽ എന്തോ ഉള്ളതുപോലെ തോന്നി അവർ അങ്ങോട്ട് നടന്നു. അവിടുത്തെ കാഴ്ച കണ്ട് ഒരുപോലെ അവർ രണ്ടാളും ഞെട്ടി. കണ്ണടച്ച ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന പാറു. കണ്ണുനീർ വാർത്ത ചാലുകൾ ആ കവിളിലുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ മുഖം വിങ്ങിയിരുന്നു. മോളെ പാറുട്ടി, നിനക്ക് എന്താ പറ്റിയ മോളെ? ലച്ചുവിനെ കുലുക്കിയുള്ള വിളിയിൽ പാറു കണ്ണുകൾ തുറന്നു. ലച്ചുവിനെ കണ്ടൊരു പാകപ്പോടെ ഞെട്ടി എഴുന്നേറ്റു. അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന രാമേട്ടനെ അവൾ കാണുന്നത്. രാമേട്ടനെ കണ്ടതും കണ്ണുകളൊന്നും വിടർന്നു. മോളെ, എന്താ പറ്റിയേ? ലച്ചു അവളുടെ മുഖം പിടിച്ച് തിരിച്ചു മറിച്ച് നോക്കി. ചുണ്ടിലെ സൈഡ് പൊട്ടിയിരിക്കുന്നു. കവിളിൽ കൈവിരലുകൾ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കരഞ്ഞ കണ്ണുകൾ ചെറുതായി വീർത്തു. അത് വല്യമ്മേ, എനിക്ക് വാക്കുകൾ പുറത്തു വരാതെ അവൾ തല താഴ്ത്തിപ്പോയിരുന്നു. എന്താ നടന്നെന്ന് ലച്ചുവിന് ഏകദേശ രൂപം കിട്ടി. അവൾ രാമേണ്ണനെ ഒന്ന് നോക്കി എന്താ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു സ്പീഡിൽ. വല്യമ്മേ നിൽക്ക്, ഞാൻ പറയട്ടെ വല്യമ്മേ. എന്തുകൊണ്ടും അവളുടെ വിളി ലച്ചുവിന്റെ കാതിൽ പതിഞ്ഞില്ല. പാറു അവളുടെ കൈ വിലപിക്കാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ദയനീയമായി രാമേട്ടനെ നോക്കുന്നുണ്ട്. ആ മുഖത്തും നിസ്സഹഭാവം. എൻ്റെ കൃഷ്ണ, എന്താ ചെയ്യുക? വല്യമ്മേ ഒന്ന് നിൽക്ക്. അതും പറഞ്ഞവൾ ശക്തിയിൽ അവിടെ നിന്നു. പെട്ടെന്ന് ലച്ചു കൈയുടെ മേൽ പാറു കൈവച്ച് ശക്തിയിൽ അവിടെ നിന്നു. കണ്ണ് നിറച്ചു നിൽക്കുന്ന അവളെ കാണി ലച്ചു ഒന്ന് നിന്നു. അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. വല്യമ്മേ, വീട്ടേക്ക്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. ഇനി ചോദിക്കാനും പറയാനും പോകണ്ട വല്യമ്മേ. അവർ എന്തെങ്കിലും പറയും. എനിക്ക് പേടിയാ. അത് മാത്രമല്ല, അവൾ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, സാരമില്ല അമ്മേ. അപ്പോഴേക്കും അവൾ കണ്ണിൽ നിറഞ്ഞൊഴുകിയിരുന്നു. അമ്മ എന്നുള്ള വിളി ലച്ചുവിൻ്റെ കാതിൽ പറഞ്ഞതും നെഞ്ചൊന്നും പിടഞ്ഞു. കണ്ണിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. അറിയാതെ നാവിൽ നിന്ന് വന്നതാണെങ്കിലും ആ മാതൃഹൃദയം ആ വിളി ഏറ്റെടുത്തു. എങ്കിലും ആ കണ്ണുനീർത്തുള്ളിയെ പുറത്തേക്ക് ഒഴുക്കാതെ മനസ്സുകൊണ്ട് തടഞ്ഞു നിർത്തി. പാറുട്ടി, ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാണ്. അതായത് ഇവിടുത്തെ അമ്മയുടെ അതേ സ്ഥാനം തന്നെയായിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കിനും വിലയുണ്ട് അമ്മയെപ്പോലെ. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ലച്ചുവിൻ്റെ ഓരോ വാക്കിനും ഉറപ്പുണ്ടായിരുന്നു. ഒരിടത്തും അടിയറിവ് പറയില്ല എന്നുള്ളൊരു ഭാവമായിരുന്നു ആ മുഖത്ത്. അതേ കുഞ്ഞെ, വിട്ടേക്ക്. അഞ്ജലിയുടെ സ്വഭാവം നമുക്കറിയാം. തള്ളയുടെ പകർപ്പ് ഇനിയും ഉണ്ടായി നമുക്ക് ചോദിക്കാം. പാറു വന്നിട്ട് 1 മാസം കൂടി ആയില്ല. അതിനു മുന്നേ ഒരു വാക്ക് തർക്കത്തിന് നിൽക്കണ്ട. രാമേട്ടൻ കൂടി അങ്ങനെ പറഞ്ഞതും പിന്നെ അവളുടെ മനസ്സൊന്ന് തടുത്തു. പിന്നെ ലച്ചു പാറുവിന് നേരെ തിരിഞ്ഞു. ഇനി എന്തേലും ഉണ്ടായാൽ എന്നോട് പറയണം. ഇങ്ങനെ കാവിൽ വന്നൊന്നും ഇരിക്കല്. നിനക്ക് അവൾ അനിയത്തിയായി തോന്നിയെങ്കിൽ ശകാരിക്കാനും അധികാരമുണ്ട്, മനസ്സിലായോ? അവൾ വെറുതെ ഒന്ന് മോളി. എന്നാ പാറുട്ടി പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വാ, നമുക്ക് കുറച്ച് പണിയുണ്ട്, ചെറുച്ചിയുടെ രാമേട്ടൻ പറഞ്ഞു. എന്തെന്ന രീതിയിൽ അവൾ ലച്ചുവിനെ നോക്കി. അതിന് മറുപടി ലച്ചുവിനെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരിയായിരുന്നു. എന്തുകൊണ്ടോ കുളത്തിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു കാർമേഘം പെയ്തൊഴിഞ്ഞത് അവൾ അറിഞ്ഞു. ലച്ചു അമ്മ തനിക്ക് ചില നേരം അമ്മയുടെ സ്ഥാനത്ത് എന്തോ സുരക്ഷിതമുണ്ട്. തെളിഞ്ഞ മനസ്സോടെ അവൾ കുളത്തിലേക്ക് ഓരോ പടിക്കെട്ടുകൾ ഇറങ്ങി മുഖം കഴുകി തിരികെ വന്നു. അവളെ കാത്ത് അവർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 1 2 പറഞ്ഞ് രാമേട്ടനും പാറുവും
പറമ്പിലേക്ക് നടന്നു. അവിടെ പോക്ക് നോക്കി ലച്ചു തറവാട്ടിലേക്കും. തിരികെ തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ലച്ചുവിന് എന്തുകൊണ്ടോ സമാധാനിക്കാൻ തോന്നിയില്ല. അഞ്ജലിക്ക് ഇതിനുള്ള മറുപടി കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ കരുതി മുന്നോട്ട് നടന്നു. അംബിക ആ വീട്ടിൽ വന്ന് കയറിയത് എങ്ങനെയാണെന്ന് അവളുടെ മകൾക്കറിയില്ല. അവൾക്ക് ഇവിടെ അവകാശവുമില്ല. വലിഞ്ഞു കയറി വന്നവർക്ക് എന്ത് അവകാശം? ആ നിമിഷം ലച്ചുകരി പുച്ഛം നിറഞ്ഞു. രവിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ അവൻ തന്നെ അംബികയെ വെറുക്കും. എന്റെ അരുന്ധതി, കൂടെ പിറന്നില്ലെങ്കിലും എന്റെ കൂടപ്പിറപ്പായ എന്റെ അരു. എന്തുകൊണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ ഒരു നിമിഷം പെയ്തു. അരുവിന്റെ ഓർമ്മയിൽ ആർക്കും അറിയാത്ത ആ സത്യം ഒരിക്കൽ പുറത്തു വരും. അന്ന് അവളും മകളും പടിയിറങ്ങും ഇവിടെ നിന്ന്. ശിവൻ മാത്രമാണ് ഇവിടുത്തെ അവകാശി. കാണനെ പോലെ സത്യങ്ങൾ അറിഞ്ഞ നിമിഷം രവി തന്നെ നിന്നെ പടിക്ക് പുറത്താക്കും. ആ നിമിഷം ലച്ചുവിന്റെ കണ്ണിൽ വേദനയും പകയും ഒപ്പം തെളിഞ്ഞു.